അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഉത്സവത്തിന് പോകാട്ടോ. ഉത്സവത്തിന് വെച്ചാൽ എൻ്റെ മയിലക്കാട് വീട്ടിൽ എൻ്റെ വീട്ടിൽ ഉത്സവത്തിന് പോവാണ്. എൻ്റെ വീട്ടിനടുത്തൊരു കുഞ്ഞ് അമ്പലമുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഉച്ചയൊക്കെ വീട്ടിലെത്തി കേട്ടോ. എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. പിന്നെ കരച്ചിലും മാറ്റി ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ അനിയൻ പുറത്തോട്ട് ഗൾഫിലോട്ട് പോകാം, അവനെ കൊണ്ടാക്കാൻ എല്ലാവരും പോയപ്പോൾ ഞാനും ഉമ്മൂസും വീട്ടിലൊറ്റയ്ക്കായി കേട്ടോ. അങ്ങനെ അവിടെ ഒന്നുമില്ലായിരുന്നു. കുറച്ച് ഈന്തപ്പഴം ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കേട്ടോ. എനിക്ക് തരുന്നില്ലടി എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം കേട്ടോ. ഞാനിപ്പോൾ എന്ത് കഴിച്ചാലും നിഷ്കളങ്കമായി എന്നെ നോക്കിക്കൊണ്ടിരിക്കും. വൈകുന്നേരം ആയപ്പോൾ അമ്മൂസ് ഭയങ്കര ആക്റ്റീവ് കേട്ടോ. കളിയും ചിരിയും ബഹളവും ഒക്കെ. 10 മണിയൊക്കെ ആയപ്പോഴേ എഴുന്നള്ളി പോകുന്ന കേട്ടോ. ആൾ കുറവായിട്ട് എനിക്ക് പ്രാവശ്യം തോന്നി കേട്ടോ. അങ്ങനെ കുറേ നല്ല നല്ല രൂപങ്ങളുണ്ടായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് പ്രാവശ്യം തോന്നി കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. കാരണം ഒരുപാട് അമ്മൂസുള്ള വന്നതിന് ശേഷം ഞാനങ്ങനെ അധികം പോയിട്ടില്ല. ഞങ്ങൾ വാഗമൺ പോയ ശേഷം അങ്ങനെ വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പം ഉത്സവത്തിന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഒരു വൈബും ഒക്കെ ഒരു തോന്നി. ഭയങ്കര ഞാനായതുകൊണ്ട് ഫീൽ കേട്ടോ. എൻ്റെ നാടും സ്വന്തം വീടും അത് പിന്നെ അങ്ങനെ ആണല്ലോ കല്യാണം കഴിഞ്ഞാൽ. പിന്നെ അമ്മൂസ് ഫുൾ വൈബായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ അമ്മൂസ് ചെറിയ അമ്മൂസ് എടുത്തേക്കുന്നു. പിന്നെ ഡി ജെയും ബഹളം. ഈ പ്രാവശ്യം അടിയില്ല, അടി ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. ഒരു അടി എന്തായാലും നടക്കേണ്ടതായിരുന്നു, പക്ഷേ പോലീസ് ഭയങ്കര പ്രൊട്ടക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ എല്ലാ വർഷവും ഇവിടെ അടി നടക്കാറുണ്ട്, അത് പൊതുവെ സ്വാഭാവികമാണല്ലോ. അപ്പോഴത്തേക്ക് പിന്നെ ഉത്സവം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിണ്ണയിരുന്ന് പൊരിപ്പും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ നുണയും കൊതിയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ 12 മണിയൊക്കെ ആയി കേട്ടോ. അവൾ ഫുൾ ആക്റ്റീവും കളിയും ചെയ്യും. പിന്നെ അമ്മൂസിൻ്റെ ഉറക്കെ ഞാനും കിടന്നുറങ്ങണം. അപ്പോൾ അത്രയുള്ളൂ. ബൈ.